അച്ചയൻസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പേഴുന്തുരുത്താണ്. പേഴുന്തുരുത്ത് എന്ന് പറയുമ്പോൾ മൺട്രോത്തുരുത്തിൻ്റെ കവാട ഭാഗം, അതായത് അഞ്ചാലമ്മൂട് നിന്ന് വന്ന് ജങ്കാർ വഴിയാണ് നമ്മൾ പേഴുന്തുരുത്തിലെത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ മൺട്രോത്തുരുത്ത് ഐലൻഡാണിത്. അന്നേരം ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് യാത്രയാവുന്നു. എൻ്റെ കൂടെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അഭിലാഷുമുണ്ട്, അഭിലാഷ് കൊട്ടായകര. പേഴുന്തുരുത്ത് ഭാഗത്തു നിന്ന് ബോട്ടിൽ പെരുമൺ ഭാഗത്തേക്ക്, അതായത് ജങ്കാറിനകത്ത് വാഹനങ്ങളെ യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നേരത്തെ വന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ഇനി ജങ്കാർ തിരിച്ച് പെരുമൺ ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. നമസ്കാരം. അപ്പോൾ ഇന്ന് അച്ചയൻസ് വ്ലോഗ് കൊട്ടാരക്കരയ്ക്ക് ഇപ്പോൾ ഞാനുമുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ രസകരമായ കാഴ്ചകൾ കണ്ടു. അതായത് പെരുമൺ ഭാഗത്തു നിന്ന് ജങ്കാർ വഴി വാഹനങ്ങൾ പേഴുന്തുരുത്തിലേക്ക് വരുന്നതും പേഴുന്തുരുത്തിൽ നിന്ന് വാഹനങ്ങൾ ജങ്കാറിൽ തിരിച്ച് പെരുമൺ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ കൊല്ലം ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഞ്ചാലുമൂട് ഭാഗമാണ് ഇതിനക്കരെ എന്ന് പറയുന്നത്. അവിടുന്ന് അതായത് കൊല്ലം ടൗണിലേക്ക് ഇവിടെ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ജങ്കാർ വഴിയുള്ള ജലസേചന മാർഗ്ഗം തന്നെയാണ്. അപ്പം ഏകദേശം 10 വർഷത്തോളം അതിൻ്റെ സാരഥിയായിട്ടിരുന്നൊരു ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ജങ്കാറിൻ്റെ എല്ലാമായ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം കൂടെ ആയ നമ്മുടെ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ശിവപ്രസാദ്. എത്ര വർഷമായിട്ട് ജങ്കാറിൻ്റെ സർവീസ്? ജങ്കാറിൽ 10ാം വർഷം. അത് പെരുമൺ എന്ന് പറയുന്ന പഞ്ചായത്ത് പനയം പഞ്ചായത്തിൽ ഇത് മൺട്രോത്തുരുത്ത് പഞ്ചായത്ത്. 10 വർഷമായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെയും വാഹനങ്ങളെയും രാത്രി എത്ര മണി വരെയാണ് സർവീസ് ഉള്ളത്? സർവീസ് രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെ. ഇതിനിടയിൽ രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകൾ വന്നാലും പാതിരാത്രി ആയാലും വെളുപ്പംകാലമായാലും പ്രതിഫലം വാങ്ങാതെ യാത്ര സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകൾ വരുവാണെങ്കിൽ എത്ര പാതിരാത്രി ആണെങ്കിലും ഒരു പ്രതിഫലം പോലും വാങ്ങാതെ രാത്രിയായാലും സർവീസ് നടത്തുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഇവിടെ ഉള്ളവർക്ക് വാഹനത്തിൽ കൂടാതെ പെട്ടെന്ന് തന്നെ കൊല്ലം ടൗണിലേക്ക് എത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു ജങ്കാർ സർവീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ജനസേവനം കൂടിയാണ് ഈ സർവീസിന് വേണ്ടിയിലൂടെ ചേട്ടൻ്റെ പേര് കൂടെ പറയുന്നത്. എൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. 10 വർഷത്തോളമായിട്ട് ജങ്കാർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അച്ചയൻസ് ബ്ലോഗിന് നല്ലൊരു പേഴുന്തുരുത്ത് ഭാഗത്തു നിന്ന് കുറച്ച് വാഹനങ്ങളെ കയറ്റി, കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ട് നേരെ പെരുമൺ പുറപ്പെടാൻ പോകുന്നത്. വന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടു, പോകുന്ന കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു ആശ്രയം തന്നെയാണ്. എല്ലാ വാഹനങ്ങളിൽ കണ്ട വീടുകളിൽ എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് കൊല്ലം ടൗൺ അഞ്ചാലൂർ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇത് വളരെ സൗകര്യം. പാലം ഒരു പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. ഒരു സമയത്ത് കേരളത്തിന് പിടിച്ചു കുലുക്കിയ പെരുമൺ ദുരന്തം 1988 ജൂലൈ 8 ഉച്ചയ്ക്ക് 1 മണിക്ക് 105 പേരുടെ മരണത്തിനിടയാക്കിയ ഐലൻഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ പെരുമൺ ദുരന്തം നടന്ന പാലമാണ്. അതുപോലെ തന്നെ അക്കരെ തന്നെ പെരുമൺ ദുരന്തത്തിൻ്റെ ഒരു സ്മാരകവും ഈ ജങ്കാർ ചെന്ന് കയറുന്ന പോയിന്റിൽ സ്ഥിതി ചെയ്തു. ഒരുപാട് തുരുത്തുകൾ ചേരുന്ന ഒരു ഭാഗമാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. മൺട്രോത്തുരുത്ത്, പേഴുന്തുരുത്ത്, പട്ടംതുരുത്ത്, അങ്ങനെ പേഴുന്തുരുത്തിൽ നിന്ന് ഞങ്ങൾ നേരെ മൺട്രോത്തുരുത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു പാലം. ഈ പാലത്തിനോട് ചേർന്ന് തന്നെ റെയിൽവേ പാലവും ഇടത് സൈഡിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കൊല്ലം ജില്ലയുടെ ആലപ്പുഴ തന്നെയാണ്, കൊല്ലം ജില്ലയുടെ കുട്ടനാട് തന്നെയാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. എങ്ങോട്ട് തിരിച്ചാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്.
ശരിക്കും പറഞ്ഞാൽ മത്സ്യബന്ധനം, അത് മത്സ്യകൃഷിക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പിന്നെ വീട് വസ്തുവിൽ തന്നെ പിന്നെ കായലിൽ നിന്നും ആറ്റിൽ നിന്നുമുള്ള വെള്ളം വെട്ടിത്തിരിച്ച് വസ്തുവിലേക്ക് കയറ്റിയിട്ട് പല രീതിയിലുള്ള മത്സ്യ കൃഷി നടത്തുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഈ മൺട്രോത്തുരുത്തിൽ കാണുന്നത്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള കൊഞ്ചുകൾ, സാധാ ചെറുമീനുകൾ, കരിമീനുകൾ, തിലോപ്പിയ അങ്ങനെ ഒരുപാട് ടൈപ്പ് മീനുകൾ ഈ മൺട്രോത്തുരുത്തിൽ കൃഷി ചെയ്ത് ഒരുപാട് പേരുടെ ഒരു തൊഴിൽ മേഖലയായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ട് മതി വരാത്തത്ര പ്രകൃതി സൗന്ദര്യം ഒത്തണങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ല, ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. പക്ഷേ ഇത്രയും നാൾ മൺട്രോത്തുരുത്തിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് വന്ന് ശരിക്കും കണ്ടപ്പോൾ അച്ചായൻസ് വ്ലോഗിനൊപ്പം ഇവിടെ വന്നപ്പോൾ ശരിക്കും മൺട്രടിച്ചു പോയി. കൊറോണയുടെ ഒരു സാഹചര്യമായതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. അതിൻ്റെ ഒരു പ്രശ്നം, അതായത് ഈ മേഖലയിൽ കച്ചവടം നടത്തുന്നവർക്കെല്ലാം അതിൻ്റെ ഒരു പ്രശ്നം വളരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പം കൊറോണയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇവിടവും നല്ല സെറ്റപ്പായി വിനോദസഞ്ചാരം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അച്ഛൻ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് മൺട്രോത്തുരുത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു തുരുത്തിന് മൺട്രോത്തുരുത്ത് എന്നുള്ളൊരു പേര്. ഏകദേശം കുട്ടികളും വൃത്തരും ചെറുപ്പമായൊരു ഉൾപ്പെടെ ഏകദേശം 10,000-ഓളം പേര് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരു 13.something കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഒരു ഏരിയ പണിത് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിനോദസഞ്ചാരം, മത്സ്യം, നെല്ല് എന്നിവയുടെ ഇവിടുത്തെ ഒരു പ്രധാന കൃഷി ഐറ്റംസ് എന്ന് പറയുന്നത്. കൃഷിക്ക് ഏറെക്കൂടെ അനുയോജ്യമായ മണ്ണാണ് ഈ തുരുത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞ കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ അത് മൺട്രോത്തുരുത്ത്. ശരിക്കും പറഞ്ഞാൽ ഐലൻഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് റിസോർട്ടുകളുണ്ട്. പക്ഷേ എല്ലാം ഇപ്പോൾ ഈ കൊറോണ വന്നിട്ട് ആകെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് റിസോർട്ടുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സൗന്ദര്യം ഭംഗിയുള്ളൊരു സ്ഥലം കൊല്ലത്ത് കിടന്നിട്ട് കൊല്ലത്ത് പലർക്കും അറിയാത്തൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ നാളെ ടൂറിസം മേഖല വളരെ വിപുലമായിട്ട് മുന്നോട്ട് വരുമ്പോൾ മൺട്രോത്തുരുത്തിൻ്റെ യശസ് ലോകമെമ്പാടും എത്തും. അത് കൊല്ലം ജില്ലക്കാരനെന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മത്സ്യബന്ധന കൃഷിക്ക് ശേഷം തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജലസേചനത്തിലൂടെ അല്ല, ജലമാർഗം എന്തെല്ലാം വരുമാനങ്ങളാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് ആലോചിക്കുക. മൺട്രോത്തുരുത്തിൻ്റെ ഒരു 90% ആൾക്കാരും ഏറ്റവും കൂടുതൽ തൊഴിൽ വരുമാനമായിട്ട് വന്നിരിക്കുന്നത് കൃഷിയും മത്സ്യബന്ധന കാര്യങ്ങളും തന്നെയാണ്.
അച്ചായൻസ് വ്ലോഗിലൂടെ മൺട്രോത്തുരുത്തിൻ്റെ കാണാക്കാഴ്ചകൾ നിങ്ങൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രകൃതി രമണീയമായ സൗന്ദര്യത്തിൻ്റെ ഒരു അഭൗമിക തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് വലിയൊരു ദുരിതം ഇവരെ കൂടെയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് കല്ലടയാറാണ്. അതായത് തെന്മല ഡാമിൽ നിന്ന് ആരംഭിച്ചിട്ട് തെന്മല, ഏനാത്ത്, പുനലൂര്, ഏനാത്ത്, കുന്നത്തൂർ വഴി കല്ലടയാർ ഇവിടേക്ക് വന്നിട്ട് അഷ്ടമുടി കായലിൽ ചേരുന്ന ഒരു ഭാഗമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. തെന്മല ഡാമിലെ റിസർവോയറിൽ തെന്മല ഡാമിൽ വെള്ളം തുറന്നു വിട്ടാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ വെള്ളം പൊങ്ങുകയും മൺട്രോത്തുരുത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളം കയറുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ വാസസ്ഥലം ഒഴിവാക്കിയിട്ട് പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ഉയരമുള്ള ഭാഗങ്ങളിലേക്കും മാറിപ്പോകും. അതൊരു വളരെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ചായൻസ് വ്ലോഗിൻ്റെ വിജയക്കുറിപ്പ് നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അച്ചായൻസ് വ്ലോഗ് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാതെ തന്നെ വ്യത്യസ്തമായ രുചിഭേദങ്ങൾ, ഞങ്ങൾ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ എപ്പിസോഡിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാന എപ്പിസോഡായിട്ട് ഇറങ്ങിയ വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കേക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 15-20ഓളം ഓർഡറുകൾ എപ്പിസോഡുകൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വലിയൊരു വിജയമാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.